ഈ സന്ധ്യാനേരത്ത് നിങ്ങളുമായിട്ട് ഒരു കൃഷ്ണാനുഭവം പങ്കുവയ്ക്കുകയാണ്. ഒരു ചെറിയ അത്ഭുതം ഭഗവാൻ ഒരു ഭക്തയ്ക്ക് കൊടുത്ത ഒരു സന്തോഷം, സ്നേഹം എന്നൊക്കെ വേണമെങ്കിൽ പറയാല്ലേ. അപ്പൊ ഞാൻ വേഗം വായിക്കാം. എൻ്റെ പേര് അജിത, തൃശ്ശൂരാണ്. തൃശ്ശൂരാണ് വീട്. എനിക്കുണ്ടായിട്ടുള്ള ഒരു കൃഷ്ണാനുഭവം ത്രിമധുരത്തിൽ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാനും അനിയത്തിയും കൂടി ഓഗസ്റ്റ് 14-ന് ഗുരുവായൂരിൽ പോയിരുന്നു. ഭഗവാനെ തൊഴുത് അടിപ്രദക്ഷിണം വെച്ച് ക്യൂ നിന്ന് ഭഗവാന്റെ അന്നദാനവും കഴിച്ചു. അതിനുശേഷം കൗണ്ടറിൽ പോയിട്ട് പാൽപ്പായസം, പഴം, പഞ്ചസാര, കളഭം എന്നിവയ്ക്ക് റെസീറ്റ് എടുത്തു. ഞാൻ എല്ലാ തവണ പോകുമ്പോഴും തിരുമുടിമാലയും കൂടി ഷീട്ടാക്കാറുണ്ട്. അന്ന് എൻ്റെ കയ്യിൽ പൈസ കുറവായിരുന്നു. അതുകൊണ്ട് തിരുമുടിമാല ഷീട്ടാക്കാതിരുന്നത്. കൗണ്ടറിൽ നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ ഭഗവാനോട് പറഞ്ഞു, എൻ്റെ കയ്യിൽ പൈസ കുറവായത് കൊണ്ടല്ലേ തിരുമുടിമാല ബില്ലടിക്കാതിരുന്നത്. ഈ മാസം അവസാനം വീണ്ടും വരൂട്ടോ എന്ന് വിചാരിക്കുകയാണ്. അപ്പോ ഷീട്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഷീറ്റ് തരൂ എന്ന് കൗണ്ടറിൽ നിൽക്കുന്ന ആൾ എന്നോട് പറഞ്ഞു. ഞാൻ ഷീറ്റ് കൊടുത്തു. അയാൾ ഷീറ്റ് നോക്കിയിട്ട് വായിക്കുകയാണ്. പഴം, പഞ്ചസാര, കളഭം, തിരുമുടിമാല എന്ന് വായിച്ചു. അതുകൊണ്ട് ഞാനിങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. ഭഗവാനെ, തിരുമുടിമാല കണ്ടപ്പോൾ എനിക്ക് പിന്നെ ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല. പാൽപ്പായസം വാങ്ങാൻ പോയ അനിയത്തി വന്ന് വിളിച്ചു, ചേച്ചി വരൂ പോകാം. അപ്പോഴാണ് എനിക്ക് സ്ഥലകാല ബോധം വന്നത്. ശ്രീകാന്ത് സാർ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് അയക്കുന്നത്. തെറ്റുണ്ടെങ്കിൽ തിരുത്തി വായിക്കണേ. തെറ്റൊന്നുമില്ല, തെറ്റില്ല എന്നല്ല. എങ്ങനെയാണ് തിരുമുടിമാല അദ്ദേഹം അത് വായിക്കുക ഷീറ്റിലില്ലാത്തത്? ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ചില സർപ്രൈസുകളാണ് അല്ലേ. ഗുരുവായൂരിലെത്തുമ്പോൾ ആരെയും എന്താണ് തീരെ ഒരു സന്തോഷമില്ലാണ്ട് ഭഗവാൻ അവിടുന്ന് മടക്കി വിടില്ല. എന്തെങ്കിലുമൊക്കെ തരും. നമ്മൾ നല്ല ശുദ്ധമായിട്ടുള്ള മനസ്സോടെ ആർക്കും ഒരു ദോഷവും ചിന്തിക്കാതെ അങ്ങനെ വേണം പോവാൻ. അപ്പോൾ ഈ രാത്രി നിങ്ങൾ ഇത് കേൾക്കുക, എല്ലാവരിലേക്ക് എത്തിക്കുക. പിന്നെ യൂട്യൂബ് ചാനലിൽ ജോയിൻ ബട്ടണിലൂടെ വന്നു കഴിഞ്ഞാൽ വാട്സപ്പ് ഗ്രൂപ്പിൽ കയറാം. പിന്നെ യൂട്യൂബിൽ തന്നെയുള്ള വീഡിയോസിനാണ് നമ്മളെ ലിങ്ക് ഉണ്ടാവും. അപ്പോൾ അതുവഴി കൃഷ്ണ വിഗ്രഹം വാങ്ങുകയും ചെയ്യാം. ഹരേ കൃഷ്ണ.